മഴ കനത്തതോടെ തിരൂർ ബസ് സ്റ്റാൻഡിൽ മലിനജലം കയറി. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിനു പുറകിൽ കെട്ടിനിന്ന മലിനജലമടക്കം സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തി. ഇതോടെ വ്യാപാരികളും യാത്രക്കാരും ഒരുപോലെ പ്രതിസന്ധിയിലായി. എല്ലാ മഴക്കാലത്തും അനുഭവിക്കുന്ന പ്രശ്നമാണിതെന്നും വ്യാപാരികൾ നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നഗരസഭ തയ്യാറായില്ലെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു. തുടർച്ചയായി പെയ്ത ശക്തമായ മഴയിലാണ് തിരൂർ ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് വെള്ളം കയറിയത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ പുറകുവശത്തു നിന്നും കെട്ടിക്കിടന്ന മലിനജലമടക്കം ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തി. മാലിന്യം കെട്ടിക്കിടക്കുന്നത് പലതവണ പരാതിപ്പെട്ടുവെങ്കിലും പരിഹാരമായിരുന്നില്ല. മലിനജലമടക്കം ബസ് സ്റ്റാൻഡിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റും കയറിയതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലായി. മലിനജലം ചവിട്ടിപ്പോകേണ്ട അവസ്ഥയിലായിരുന്നു യാത്രക്കാരും. എല്ലാ വർഷവും മഴക്കാലത്ത് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ശ്രമം നടത്തുന്നില്ലെന്ന് വ്യാപാരികളും പറഞ്ഞു. വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലുള്ള ഓണർഷിപ്പിലുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ ഇത്തരത്തിലുള്ള മഴവെള്ളം മാത്രമല്ല പല വെള്ളങ്ങളും ഇതിലേക്ക് അടിഞ്ഞു ചേരുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഈ വ്യാപാരികൾക്ക് ഇവിടെ സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ വേണ്ടി ആർക്കെങ്കിലും കടന്നു വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ബസ് സ്റ്റാൻഡിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ഇത്തരം ഈ സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അടിയന്തരമായി നഗരസഭ ഇടപെടണമെന്നും ഈ വെള്ളം ഒഴിവാക്കാനുള്ള അടിയന്തരമായ എന്തെങ്കിലും സംവിധാനം ചെയ്തേ പറ്റൂ എന്നും അതോടൊപ്പം ഈ ബിൽഡിങ്ങിലെ മുഴുവൻ വ്യാപാരികളുടെയും 1 മാസത്തെയോ 2 മാസത്തെയോ വാടക പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കണമെന്നാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന് ആവശ്യപ്പെടാനുള്ളത്. അല്ലാത്ത പക്ഷം ശക്തമായ സമരവുമായി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വ്യാപാരികൾക്കൊപ്പം കൂടെ ഉണ്ടാവും. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് പുറകിലെ മാലിന്യപ്രശ്നത്തിനാണ് പരിഹാരം കാണേണ്ടത്. വ്യാപാരികൾ നേരത്തെ നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ നഗരസഭ തയ്യാറായില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ബസ് സ്റ്റാൻഡിനകത്ത് മൊത്തം വെള്ളമാണ്. കൂട്ടത്തില് ഒരു KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസാണ്. ഇതിനകത്ത് മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുന്ന ഇവിടെ പുറമേന്ന് വരുന്ന അഴുക്ക് വെള്ളം. ആ വെള്ളം അവിടെ നിന്ന് ഇതിലൂടെ മറിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് മറിയാണ്. തൊട്ടിപ്പുറത്തുള്ള റൂമിന്റെ അവസ്ഥ തന്നെയാണ്. ധാരാളമായിട്ട് വെള്ളം ഒഴുകി വന്നിട്ട് വേസ്റ്റ് വെള്ളമാണ് പുറമേന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും വലിയ ഭീഷണിയാണ്. ഇത് പലതരത്തിലുള്ള അസുഖങ്ങളും പ്രയാസങ്ങളും നല്ല ദുർഗന്ധമാണ്. രാവിലെ വന്നപ്പോഴേ ഇതിനകത്തുണ്ടായിരുന്നു. കുറെ വെള്ളം വൈപ്പറൊക്കെ ഉപയോഗിച്ച് വലിച്ച് താഴോട്ട് കളഞ്ഞതാണ്. പിന്നെ വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ. ഈ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ഇവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്.